വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് കാത്തിരിക്കുന്ന സിനിമയാണ് പുഷ്പ 2. അപ്പോൾ അതിൻ്റെ പുതിയൊരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. അത് മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലെ തമിഴിലുള്ള ആ ട്രെയിലർ നമുക്കിപ്പോൾ ഒന്ന് കാണാം. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇതിൻ്റെ ട്രെയിലർ ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ട്രെയിലർ കാണുമ്പോൾ ഇത് നല്ല സിനിമയാണ് എന്ന രീതിയിൽ പറയുന്ന ചാനലുകളൊക്കെ ഇനി സിനിമ വരുമ്പോൾ എന്താ പറയുകയെന്ന് അറിയില്ല കേട്ടോ. കാരണം കങ്കുവ സിനിമ ഇറങ്ങിയപ്പോഴും നല്ല പടമാണ് എന്ന് ട്രെയിലർ കണ്ടിട്ട് പറഞ്ഞവർ സിനിമ കണ്ടതിന് ശേഷം വളരെ ഡീഗ്രേഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വ്യൂസ് കിട്ടും, ആ ഒരു വിഷയം ഇതിൽ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ കങ്കുവ കണ്ടപ്പോൾ എനിക്ക് ആ സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച വീഡിയോകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഈ സിനിമ ഇറങ്ങുമ്പോഴെങ്കിലും അവർ സത്യം പറഞ്ഞാൽ നന്നായിരുന്നു. എന്തായാലും ഈ ചാനലിൽ ഏത് സിനിമ കണ്ടാലും സത്യസന്ധമായ ഒരു റിവ്യൂ വീഡിയോകളാണ് നിങ്ങൾക്ക് ലഭിക്കുക കേട്ടോ. എനിക്ക് എന്താണോ ആ സിനിമയെക്കുറിച്ച് തോന്നുന്നത് അത് മാത്രമേ ഞാൻ ഇടൂ. അല്ലാതെ നെഗറ്റീവ് റിവ്യൂസ് ഇട്ട് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കില്ല. മാത്രമല്ല അത് മോശം പടമാണെങ്കിൽ തീർച്ചയായിട്ടും മോശമെന്ന് തന്നെ പറഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രെയിലർ ഇപ്പോൾ ഒന്ന് കാണാം. നമ്മുടെ ജഗപതി ബാബു, ഡാഡി ഗിരിജ. പണത്ത് മേലെ മതിപ്പ് അവരെ കണ്ട ഭയമല്ല, ഇവ ആൾ മനസ്സിലെ ഏതോ വലി ഇരിക്കുക. पुष्प 2.5 अक्षर, नाम छोटा है लेकिन साउंड बहुत बड़ा. പുഷ്പங்கிறது പേരല്ല, പുഷ്പ ബ്രാൻഡ്. ഈ ബ്രാൻഡിൻ്റെ പേരും പറഞ്ഞിട്ടാണല്ലോ ഫസ്റ്റ് പാർട്ടിൽ പുഷ്പയും ഫഹദും കൂടി ആകെ ഉടക്കിയത്. അപ്പോൾ ഈ സിനിമയിലും പുഷ്പ എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് എന്ന് പറയുന്നുണ്ട്. ബ്രാൻഡ് എന്ന് മാത്രമല്ല വേറെ ചില കാര്യങ്ങളും പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. பொண்டாட்டி பெற்ற புருஷன் கேட்டா என்ன ஆகும்னு இந்த உலகம் பார்க்கும். അപ്പോൾ നമ്മുടെ ആളെത്തിയിട്ടോ, ഫഹദ്. അയാൾ സിനിമയിലുണ്ടെങ്കിൽ അതൊരു വിഷയം തന്നെയാണ്. അയാളുടെ ഭാഗം അയാൾ ക്ലിയർ ആക്കിയിട്ടുണ്ടാവും. ആവേശം സിനിമയെ പോലെ ഫഹദ് എല്ലാവരുടെയും ഒരു ആവേശം തന്നെയാണ്. അങ്ങേരുടെ ആ വില്ലൻ റോൾ കൂടി ആയതുകൊണ്ടാണ് പുഷ്പ പാർട്ട് 1 ഗംഭീരമായത്. അത് അല്ലു അർജുൻ തന്നെ പറഞ്ഞാണല്ലോ, എനിക്ക് താഴ്ത്തുന്ന ഒരു ക്യാരക്ടർ അതിൽ വേണമായിരുന്നു, അതുകൊണ്ടാണ് ഫഹദിനെ കൊണ്ടുവന്നതെന്ന്. അപ്പോൾ ഇതിലും അങ്ങേര് ട്രെയിലറിൽ കണ്ടിട്ട് ഗംഭീരമാക്കിയിട്ടുണ്ട്. നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കാം. பார்ட்டி இருக்கு புஷ்பா, பார்ட்டி இருக்கு. അപ്പോൾ സുനിലും അനസൂയയും ഉണ്ട്, ദാക്ഷായണിയും പിന്നെ മംഗളറാമോ, അതല്ലേ അവരുടെ വില്ലൻ നെയിംസ്. അതിൽ പുഷ്പ ഫസ്റ്റിൽ ഇവർ പകയിൽ നിന്നിട്ടാണല്ലോ ആ സിനിമ നിന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ വില്ലന്മാരും ഇതിലും ഉണ്ട്. அவனுக்கு வர வேண்டிய பைசா ഓ ഇതിലും ആ ലോറി പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ കുറേ ലോറിയിലുള്ള സാഹസങ്ങളൊക്കെ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ ഇതിലും ആ കടത്തും ലോറിയും എല്ലാം തന്നെ ഉണ്ട്. മലയ്ക്ക് മേലെ இருந்தாலும் 7 கடலை தாண்டி இருந்தாலும் നല്ല ചെലവ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. ഐറ്റം സോങ്ങിന് ഇതിൽ ശ്രീലീലയാണ് കേട്ടോ. മറ്റേതിൽ സാമന്തയായിരുന്നല്ലോ. അപ്പോൾ ശ്രീലീലയാണ് ആക്ട്രസിനെയാണ് ഇതിലിട്ടിരിക്കുന്നത്. അടിയുടെ പൂരാണ്. ഫയർ തന്നെ. വൈൽഡ് ഫയർ. അപ്പോൾ പുഷ്പ എന്ന് പറഞ്ഞാൽ ഫയർ എന്നുള്ളത് മാറ്റിയിട്ട് ഇപ്പോൾ വൈൽഡ് ഫയർ ആക്കിയിട്ടുണ്ട് ഈ സിനിമയിൽ. അതേപോലെ പുഷ്പ എന്ന് പറഞ്ഞാൽ ബ്രാൻഡാണ്.
പുഷ്പ എന്ന് പറഞ്ഞാൽ നാഷണൽ അല്ല ഇൻ്റർനാഷണൽ ആണ് എന്നൊക്കെ ട്രെയിലറിൽ പറയുന്നുണ്ട്. എന്തായാലും സിനിമ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഗംഭീര സിനിമ ആകാൻ തന്നെയാണ് സാധ്യത. ട്രെയിലർ കാണുമ്പോൾ അതിലുള്ള പോലെ ആയിരിക്കില്ല തിയേറ്ററിൽ. ഒരുപാട് സംഗതികൾ എന്തായാലും ഉണ്ടാവും, കാരണം ബ്രഹ്മാണ്ഡ ചിത്രമാണല്ലോ. പക്ഷേ ഒറ്റൊരു ചിന്തയേ ഉള്ളൂ, ഈ ബ്രഹ്മാണ്ഡ ചിത്രം ഇറങ്ങുന്ന സമയത്ത് അത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ എല്ലാവരും പറയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള അവസ്ഥ പറയും. എനിക്ക് എന്തൊക്കെ അതിൽ മൈനസ് തോന്നി, എന്തൊക്കെ പ്ലസ് തോന്നി എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള റിവ്യൂ വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയറും ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.